ടു ഞാൻ സംബന്ധിച്ചാറിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന മോഡലാണ്. ക്രഷ്ഡ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആട്ടോ. നമ്മുടെ നോർമലി വരുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇതുപോലെ മൾട്ടി കളർ ആയിട്ടുള്ള കട്ട് ബീഡ്സിന്റെ ഡിസൈനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ നെക്ക് ലൈനിൽ ഒരു ജുവൽ നെക്ക് പാറ്റേണിൽ നമ്മുടെ സാധാരണ ജുവൽ നെക്ക് വരുന്നേക്കാളും കുറച്ചുകൂടി രസമുള്ളൂ കേട്ടോ കാണാനായിട്ട്. അത് നമ്മൾ കറക്റ്റ് നെക്കൊക്കെ തയ്ച്ച് വരുമ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കും. നല്ല ഡാർക്കർ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ആ ഒരു ക്രഷ്ഡ് സിൽക്കിലായതുകൊണ്ട് നമ്മുടെ സാധാരണക്കാളും കുറച്ച് പാർട്ടി വെയർ ലുക്ക് കിട്ടുകയും ചെയ്യും. ബോർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് അതിലും മൊത്തം കട്ട് ബീഡ്സിൻ്റെ ഡിസൈൻ വൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തുള്ള ഐറ്റം കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഗ്രീൻ കളർ തന്നെയാണ്. പിന്നെ നമ്പർ AD 795, റേറ്റ് 1380 1380. അടുത്ത ഷെയ്ഡ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. നല്ലൊരു ഓറഞ്ച് യെല്ലോ കളറ്. യെല്ലോയും അല്ല ഓറഞ്ചും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു നല്ല കളറ്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വർക്കും ഭയങ്കര രസമാട്ടോ കാണാൻ. ആ ഒരു കട്ട് ബീഡ്സിൻ്റെ മൾട്ടി കളർ ആ ഒരു ഡിസൈൻ ഇല്ലേ, അത് വെച്ചിട്ടാണ് മൊത്തം വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിങ് കൊടുത്തിട്ടാണോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയ്ക്കകത്തും അത് പ്ലെയിൻ അല്ല, വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പിൽ ഫുള്ളായിട്ട് ആ കുഞ്ഞ് കട്ട് ബീഡ്സ് ഡിസൈൻ തന്നെയാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക് സെയിം കളർ. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 792, റേറ്റ് 1380 1380. ഇത് നല്ലൊരു വൈൻ ഷെയ്ഡാട്ടോ. ഭയങ്കര രസമുള്ള ഷെയ്ഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്ക് ആ നോർമലി വരുന്ന പോലെ വൈൻ്റെ നോർമൽ ഒരു കളറല്ല, ചെറിയ ഡബിൾ ടോൺ വരുന്നുണ്ട്. കാരണം മെറ്റീരിയൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആട്ടോ. നമ്മുടെ ക്രഷ്ഡ് സിൽക്ക് തന്നെ അത് നമുക്ക് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അതിൽ ആ ഒരു ചെറിയ സെൽഫ് ഒരു ഡിസൈൻ പോലെ അതിന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പർപ്പിൾ വൈൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരും. നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. ദുപ്പട്ടയും ടോപ്പും സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള വർക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AD 796, റേറ്റ് 1380. നമ്മുടെ അടുത്ത ഷെയ്ഡ് ബ്ലൂവിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ കളറ്. അതെനിക്ക് തോന്നുന്നു ഈ ഒറ്റ കളറല്ല, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഷെയ്ഡ് മാറി മാറി വരുന്നുണ്ട്. നമ്മളിങ്ങനെയൊക്കെ പിടിക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ബ്ലൂ 2 ഷെയ്ഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്ലൂവിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഷെയ്ഡുകളിൽ അതിന് 2 കളറ് ചേർന്ന് വരുമ്പം ഭയങ്കര രസമാണ്. എനിക്കൊന്ന് അതാണ് തോന്നി ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടുതലൊരു ഭംഗി കൂടുതൽ വരാൻ കാര്യം. അതിന് ഡബിൾ ടോണിൻ്റെ ആ ഒരു അതിൻ്റെ മെയിൻ ഷെയ്ഡിൻ്റെ 2 ഷെയ്ഡിലായിട്ടാണ് ഇത് മാറി മാറി വരുന്നത്. നല്ല രസമാണ്. ഭയങ്കര ഓവർ തിളങ്ങി അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം പാർട്ടി വെയർ കൺസെപ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റം. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് വർക്കിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് ഇങ്ങനെ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഭയങ്കര ഫിനിഷിങ് ചെയ്തേക്കുന്ന ഐറ്റം കേട്ടോ. ഇതുപോലെ വരും. ഇത് വാഷ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AD 793. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറന്നു പോകരുത്, എന്നാലേ ഗിഫ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. റേറ്റ് 1380 1380. അടുത്തത് നമുക്കൊരു ഡീപ്പ് റാണി പിങ്കിൻ്റെ ഒരു ഡീപ്പ് ടോണാണ് കേട്ടോ. നല്ല ഷെയ്ഡായതും അതിലും ആ ഒരു ചെറിയ ഡബിൾ ടോൺ. നിങ്ങൾക്ക് റെഡ് പോലെ തോന്നിക്കുന്നുണ്ടോ? എനിക്കൊന്ന് ഫോട്ടോ എടുത്തപ്പോൾ റെഡിൻ്റെ ഒരു ഷെയ്ഡ് പോലെ കുറച്ച് തോന്നിച്ചു. റെഡ് അല്ല കേട്ടോ, നല്ല ഡീപ്പ് റാണി പിങ്ക് ടോണാണ്. ഇതിൻ്റെ അകത്തും നല്ല അടിപൊളിയായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. ഈ ഷെയ്ഡിലോട്ടൊക്കെ ഈ വർക്കിന് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എല്ലാ ഷെയ്ഡും നല്ലതാണ്. ഇതിൻ്റെ നമ്പർ AD 794, റേറ്റ് 1380.